السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد, ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഏറ്റവും മഹത്വമേറിയ അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു മഹത്തായ ദിക്ർ. ഈ ദിക്ർ നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് അവൻ ചെയ്ത പാപങ്ങളെ മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. എന്തിനേറെ പറയുന്നു, സബഅൽ മൂബിഖാത്തിൽപ്പെട്ട ഒരു കുറ്റമാണ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടുക എന്നുള്ളത്. അതുവരെ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. അത് മഹത്തായ ഇസ്മുൽ അഅ്ലം ഉൾപ്പെട്ട ഒരു ദിക്റാണ്. അതാണ് ഇന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. പക്ഷെ പല ആളുകളും പറയാറുണ്ട്, ഞങ്ങൾ ഉസ്താദന്മാരുടെ ഇന്ന ദിക്ർ ചൊല്ലിക്കോളൂ, ഇന്ന കാര്യങ്ങൾ ചെയ്തോളൂ എന്നൊക്കെ പറയുമ്പോൾ അതനുസരിച്ചുകൊണ്ട് ഞങ്ങൾ ദിക്ർ പതിവാക്കി ചൊല്ലിയിട്ട് ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ ഒരു നേട്ടവും ഉണ്ടായില്ല, ഞങ്ങൾക്ക് സമ്പത്തും ഉണ്ടായില്ല, കച്ചവടത്തിൽ ബർക്കത്തുണ്ടായില്ല, സമ്പത്തുണ്ടായില്ല, ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഉണ്ടായിട്ടില്ല എന്നാണ് ചില ആളുകൾ പറയാറുള്ളത്. കാരണം ഇങ്ങനെ യൂട്യൂബിലൂടെയൊക്കെ നമ്മളിതൊരു വരുമാനത്തിന് വേണ്ടി, യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാഭത്തിന് വേണ്ടിയല്ല കേട്ടോ ഞാനിത് ഇടുന്നത്. മറിച്ച് ഇത് നമ്മൾ പതിവാക്കുക. ആ പതിവാക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുന്നതോടുകൂടെ അതിൻ്റെ ഒരു ഭാഗം എനിക്കും ലഭ്യമാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ആൾക്കാരൊക്കെ പറയുന്നത് അത് ചെല്ലിയിട്ട് ഇത് കിട്ടിയല്ലോ, സമ്പത്തുണ്ടായല്ലോ, കച്ചവടത്തിൽ വർക്കത്തുണ്ടായല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ ഒക്കെ പറയും. പക്ഷെ ഈ സുഹൃത്തുക്കളെ ഞാൻ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ഈ ലോകവും ഈ ലോകത്തേക്കാൾ എന്തെല്ലാം വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടോ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ ലോകത്തിലുള്ള സകലത്ര വസ്തുക്കളും എത്ര വിലപിടിപ്പുള്ള വസ്തുക്കളാണെങ്കിലും ശരി, അതെല്ലാം ഫൈന് കെട്ടിയിട്ട് നാളത്തെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഹസനാത്ത് അല്ലെങ്കിൽ ഒരു സയ്യാത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഒരു സയ്യാത്ത് ഒരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദോഷം ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് അവൻ ഫൈൻ അടക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ് നാം തേടേണ്ടത് കാര്യമായി. അതോടുകൂടെ റബ്ബിനോട് ചോദിക്കാൻ നമ്മൾക്ക് പഠിച്ച അല്ലാഹുവേ, കടുത്ത നിന്റെ ബലാഗ് പരീക്ഷണത്തിന് ഞങ്ങളെ നീ വിധേയമാക്കല്ല റബ്ബേ എന്ന് നമ്മൾക്ക് പറയാം. ഇല്ല സുഹൃത്തുക്കളെ, ഇതെല്ലാം നോക്കി നമ്മൾ നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ സ്വഹാബത്തിന്റെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇസ്ലാമിലേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ച മുഹാജിറുകളും അൻസ്വാറുകളും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്. ആ സ്വഹാബത്താണ് നമ്മുടെ എല്ലാവരുടെയും അവലംബം. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കി തന്നത്, അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് നമ്മൾക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين معه متى نصر الله ألا إن نصر الله قريب ألا إن نصر الله قريب. സ്വർഗത്തിൽ നിങ്ങൾ കടക്കാമെന്ന് വിചാരിക്കുന്നു? സ്വർഗത്തിൽ നിങ്ങൾ കടക്കാമെന്ന് വിചാരിക്കുന്നു? അം ഹസിബത്തും അൻ തദ്ഖുൽ ജന്നത വലമ്മാ യഅതികും മസലുല്ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുൽ ബഅ്സാഉ വദ്ദറാഉ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു വിഭാഗം ആളുകൾക്ക് എത്തിയതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും നിങ്ങൾക്കും എത്തിയിട്ടല്ലാതെ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന മഅഹു വല്ലദീന ആമനൂ മഅഹു മത്താ നസ്റുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹാബത്തിനെ പരീക്ഷിച്ച ആ പരീക്ഷണത്തിന്റെ ഘട്ടമാണ് പറയുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങേയറ്റത്തെ മൂർധന്യ ദിശയിലായിരിക്കുമ്പോൾ, പൊടിപടലങ്ങളെ കൊണ്ട് അന്തരീക്ഷം മലിനമായി അങ്ങുമിങ്ങും തിരിച്ചറിയാൻ കഴിയാത്ത വിധം പൊടിപടലങ്ങളെ കൊണ്ട് മലിനമായ ഒരു സന്ദർഭം. അതുപോലെ തന്നെ കുതിരകളുടെ കിതപ്പും അതുപോലെ കുളമ്പടിയും
ആയുധത്തിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. ആരും പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായപ്പോൾ, പരിസരം അറിയാതെ ഇരുന്നപ്പോൾ അവര് പറഞ്ഞു പോയി, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ അള്ളാന്റെ സഹായം? ആലോചിച്ചു. പൊടിപടലങ്ങളെ കൊണ്ട് അന്തരീക്ഷം മലിനപ്പെടുത്തി പരസ്പരം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. ആയുധത്തിന്റെ ശബ്ദങ്ങൾ മാത്രം, കുതിരകളുടെ കുളമ്പടിയും അതുപോലെ തന്നെ ആ കുതിരകളുടെ കിതപ്പും പരിസരം എല്ലാം അങ്ങുമിങ്ങും തിരിച്ചറിയാൻ പറ്റാതിരുന്നപ്പോൾ സ്വഹാബത്ത് റസൂൽ ചോദിച്ചു പോയി, മത്താ നസ്റുല്ലാഹ്, എപ്പോഴാ അള്ളാന്റെ സഹായം? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുന്റെ സഹായം അടുത്താണെന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചു. അപ്പൊ അള്ളാഹു തആല നമ്മൾക്ക് ഇവിടെ നമ്മളെ വിചാരിച്ച് എല്ലാവരും വിചാരിച്ച സ്വത്ത് ഉണ്ടാക്കുക, സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ദുആ ചെയ്യുക, അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെയല്ല. നമ്മൾക്ക് ഇതോടുകൂടെ ദുനിയാവും ആഖിറവും നമ്മൾക്ക് ലഭ്യമാണോ? അല്ല. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. أحسب الناس, ജനങ്ങൾ വിചാരിക്കുന്നു, أن يتركوا, അവരെ ഒഴിച്ചിടുമെന്ന്, أن يقولوا آمنا, നമ്മളൊക്കെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വതആല അതോടുകൂടി ഒഴിച്ചു വിടുമെന്ന് വിചാരിക്കുന്നു. വഹും ലാ യുഫ്തനൂൻ, അവരെ പരീക്ഷിക്കപ്പെടുകയില്ല. അവരെ പരീക്ഷിക്കപ്പെടാതെ അവരെല്ലാം വിശ്വസിച്ചു എന്ന് പറയുന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെയെല്ലാം മാറ്റി നിർത്തി ഒഴിവാക്കി വിടുമെന്ന് വിചാരിച്ചോ? അങ്ങനെ വേണ്ട. മഹാന്മാരായ ഉസ്താദുമാരൊക്കെ പറയും, സ്വർണം തീയിലിട്ട് നിറം കാച്ചി എടുക്കുന്നത് പോലെ ഒരു മുഅ്മിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് പല പരീക്ഷണങ്ങൾ കൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പക്ഷെ അത്തരമുള്ള കടുത്ത പരീക്ഷണം നമ്മൾക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾക്ക് അല്ലാഹുവിനോട് അത്തരം കാര്യങ്ങൾ അല്ലാഹു തആല ഈമാൻ സലാമത്തായി, അതുപോലെ തന്നെ നമ്മൾ ദോഷം പൊറുക്കണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടുകൂടെ നമ്മൾക്ക് ദുനിയാവിൽ കൂടുതൽ പ്രയാസമില്ലാതെ നമ്മൾ എന്താക്കണം, ജീവിക്കണം. അതിനാണ് നമ്മൾ മെനക്കേണ്ടതല്ലാതെ എനിക്ക് സമ്പത്തുണ്ടാകാൻ, അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നേടാൻ, ഇങ്ങനെയുള്ള ദുന്യവിയായ വിഷയങ്ങൾ മാത്രം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അവലംബിച്ചുകൊണ്ട് എന്ത് ചെയ്താലും അതുകൊണ്ട് നേട്ടില്ല. ഉമയൂരി സവാബത്തുഞ്ഞാൽ ഊത്തിമിന്ന ഉമയൂരി സവാബല്ലാഹത്തിന് ഊത്തിമിന്ന. ആള് ദുന്യാവിനെ ഉദ്ദേശിച്ചുകൊണ്ട് കാര്യങ്ങൾ റബ്ബിലേക്ക് സമർപ്പിച്ച് പറയും. ദുന്യാവ് മാത്രമാണെങ്കിൽ അവനത് കൊടുക്കും. ആഖിറം ഉദ്ദേശിക്കാനാണ് ആഖിറം കൊടുക്കും. നമുക്ക് രണ്ടും വേണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നിങ്ങൾ പറയണം. നോക്കി, എന്താണ് നമ്മൾ ആ പ്രാർത്ഥന എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു ആവർത്തിച്ച് പറഞ്ഞോളൂ. അസ്തഗ്ഫിറുല്ലാഹൽ അസീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അസീമല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പറയും, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, മഹത്വമേറിയ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. അല്ലദീ, എങ്ങനത്തെ അള്ളയാണ്, ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നൊന്നും നിലനിൽക്കുന്ന ഹയ്യുൽ ഖയ്യൂമായ അള്ളല്ലാതെ ഒരു ഇലാഹില്ല. അങ്ങനത്തെ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. വഅതൂബു ഇലൈഹി, അവനിലേക്ക് ഞാൻ പക്ഷാതപിച്ച് മടങ്ങുന്നു. ഈ ഒരു ദിക്ർ എത്രത്തോളത്തോളം നമുക്ക് ചെല്ലാൻ പറ്റുമോ അത്ര നമുക്ക് ചെല്ലാം. എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവും ആഖിറവും നമുക്ക് എന്താവും എളുപ്പമാക്കി തരും. എല്ലാത്തിലും സുഹൃത്തുക്കളെ, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾക്ക് അനുകൂലം, നമുക്കൊരു മനുഷ്യന്റെ ദൈനംദിന ജീവിതം എളുപ്പമാകുക എന്നുള്ളതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല സൗകര്യപ്പെടുത്തി തരിക എന്നുള്ളതാണ്. എത്ര നോട്ടുകെട്ട് കൂട്ടി വെച്ച് അത് ഇന്ന ദിക്ർ ചെല്ലിയാൽ ഇന്നതുണ്ടാവും, ഇന്നത് ചെല്ലിയാൽ ഇന്നതുണ്ടാവും, അത് മാത്രം ആരംഭിക്കരുത്. ഇല്ല, കിട്ടൂലാവെന്നും ഞാൻ പറയുന്നില്ല. അള്ളാഹോട് ചോദിച്ചാൽ അതൊക്കെ തരും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖജനാവിൽ എത്രയോ സമ്പത്തുണ്ട്, എത്രയുണ്ട്. എന്ത് ചോദിച്ചാലും അല്ലാഹു തആല നൽകും. ഇല്ല എന്ന് പറയില്ല. പക്ഷെ ദുനിയാവ് മാത്രത്തിൽ അവലംബമാകരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അവൻ്റെ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ഒരുപാട് പാപങ്ങളുണ്ട്. ഒത്തു നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ പുറത്തു തരുന്ന റഹ്മാനെ, നിന്നിലേക്ക് ഞങ്ങൾ തൗബ ചെയ്ത് മടങ്ങുന്നു. നീയല്ലാതെ പുറത്തുനിന്നില്ല. ഞങ്ങൾക്ക് നീ
പുറത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ കാര്യങ്ങൾ മുഴുവനും നിന്നിലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് അർപ്പിക്കാനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ. ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയാൽ അവർ നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാഥാ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.